BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. M5 ലൈവ് ഇന്ന് പുറത്തുവിടുന്നപ്പോൾ പിണറായി സർക്കാരിനെ കുറിച്ച നിങ്ങളുടെ അഭിപ്രായം, അതിൽ മോശം, നല്ലത്, വളരെ മോശം, യെസ് ഓർ നോ? ഇതിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു അഭിപ്രായം നോക്കാം. അവരെങ്ങനെയാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയ ശതമാനം നമുക്ക് നോക്കാം. മോശമെന്ന് 49% ആളുകൾ മോശമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നല്ലതെന്ന് പറയുന്നത് 16% പേർ മാത്രമാണ്. കൂടാതെ വളരെ മോശം 35%. വളരെ മോശം എന്ന് പറയുമ്പോൾ 35% ആളുകൾ വളരെ മോശമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ജനങ്ങൾക്കിടയിൽ എങ്ങനെ പിണറായി സർക്കാരിൻ്റെ രണ്ട് ടേമിലായിട്ട് പിണറായി സർക്കാരിൻ്റെ ഭരണം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. അതിൽ 49% മോശമെന്ന് പറയുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്, ഒരു സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്നൊരു വരുന്നൊരു അഭിപ്രായമായിരിക്കാം മോശം എന്നുള്ളത്. പിന്നെ വരുന്നത് നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ചർച്ചയിലേക്ക് വരുമ്പോൾ നല്ലതിനെക്കുറിച്ച് ചില പാർട്ടി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും അതിൽ ചിലപ്പോൾ ചില സാധാരണക്കാരും ഉണ്ടായിരിക്കാം. പിന്നെ വരുന്നത് വളരെ മോശം എന്നുള്ളൊരു അഭിപ്രായമാണ്. അതിൽ 35% ആളുകളാണ് വളരെ മോശം. അത് ചിലപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ കടുത്ത പ്രതിപക്ഷാനുഭാവികളുമായിട്ടുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ ഇതിലും സാധാരണക്കാരുണ്ടായിരിക്കാം. നമ്മൾ പോൾ നടത്തിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വരുന്നത് ഇത്തരം 2 ടേമുകളിലായിട്ട് പിണറായി സർക്കാരിൻ്റെ ഭരണം ജനങ്ങൾ ദുരിതത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഈ 2 ടേമിലായിട്ട്. ഇപ്പോൾ അവസാന ഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി KB ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ചില വാർത്തകൾ വന്നതും അതിനു മുമ്പ് നമ്മുടെ ആരോഗ്യ വിഭാഗം നോക്കുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് ആരോഗ്യ വിഭാഗം നിൽക്കുന്നത്. മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം വളരെ മോശമാണ്. കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ശബരിമല കൊള്ളക്കേസാണ്. ശബരിമല കൊള്ളക്കേസ് പിണറായി സർക്കാരിനെ അത്രത്തോളം തരം താഴ്ത്തിയ രീതിയിലാണ് പിണറായി സർക്കാരിൻ്റെ ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് സൗമി? നമ്മൾ ഇപ്പോൾ ഒരു പോളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ വളരെ മോശവും നല്ലതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സൗമിക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? പ്രകാശ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചരിത്രപരമായ ഒരു നേട്ടമായിരുന്നു പിണറായി സർക്കാരിന് ഉണ്ടായത്. അതായത് 2 തവണ അധികാരത്തിൽ വരിക എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. 2 തവണ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നല്ല എവിടെയാണെന്ന് പറഞ്ഞാലും ആൻറ്റി ഇൻകംബൻസി, അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സംഭവം ഉടലെടുക്കും. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചിട്ടുള്ളത്. ആദ്യത്തെ 5 വർഷത്തെ വിലയിരുത്തലാണ് അടുത്ത 5 വർഷത്തേക്കുള്ള ജനവിധിയായിട്ട് ആളുകൾ വോട്ട് ചെയ്ത് പിണറായി സർക്കാരിനെ വിജയിപ്പിച്ചു വിട്ടത്. പക്ഷേ അതിൽ നിന്ന് ആദ്യത്തെ 5 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്ത 5 വർഷത്തിലേക്ക് എത്തിയപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മറിഞ്ഞു. ഭരണവിരുദ്ധ വികാരമുണ്ടായി, കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് വരുന്നു, മാസപ്പടി വിവാദം വരുന്നു, ശബരിമല കൊള്ളക്കേസ് വരുന്നു, ആരോഗ്യ മേഖലയിലെ പാളിച്ചാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ആളുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അല്ലേ, പ്രതികൂലമായാണ് അത് സർക്കാരിനെ ബാധിക്കുന്നത്. അതൊക്കെ ശരിയാണ്. ഒക്കെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ പറയുന്നത് എത്ര ശതമാനം ആളുകളായിരുന്നു പിണറായി വിജയന്? 18% ആളുകളാണ്. 18% ആളുകൾ നല്ലത് എന്ന് പറയുന്നുണ്ട്. നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ആളുകളുടെ വികാരം എന്തുമായിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഒരു കരുത്തനായ നേതാവ് ആണ് എന്ന് തന്നെയാണ്. അതിന് ഞാൻ 2 കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് നമ്മളെക്കാൾ ബോധ്യമുണ്ട് അദ്ദേഹം പുറത്ത് ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. നമ്മളെക്കാൾ നല്ല ബോധ്യമുള്ള ഒരാളാണ് പിണറായി വിജയൻ. പക്ഷേ ഹീസ് നോട്ട് ഫേക്കിംഗ് അറൗണ്ട്. എന്ന് വെച്ചാൽ ആളുകളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാനായിട്ട്, ജനങ്ങളുടെ പൾസിനൊപ്പം നിൽക്കാനായിട്ട് അദ്ദേഹം ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. കടക്ക് പുറത്തുനിന്ന് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ അതേ പിണറായി വിജയൻ ഇന്നും പറയും കടക്ക് പുറത്തുനിന്ന്. അദ്ദേഹം ആളുകളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനസ്വാധീനം നേടാൻ വേണ്ടിയിട്ടോ അദ്ദേഹത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വമായുള്ള നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, CPM എന്ന് പറയുന്നത് അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിയെ നയിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ അച്ചടക്കവും കാര്യങ്ങളൊക്കെ വേണം. അതേ രീതിയിൽ എല്ലാ സംഘടനാ പാഠവത്തോടും കൂടി ആ നേതൃത്വത്തെ മുന്നോട്ട് നയിച്ച് 2ാം തവണ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം എടുത്ത് പറയട്ടെ. ഇപ്പൊ നമ്മുടെ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ 49 ചെറിയൊരു സംഖ്യയല്ല. അതിൽ നിന്ന് എത്രയോ താഴെയാണ് ഈ പറയുന്ന 16%. വളരെ മോശം എന്ന് പറയുന്നത് 35% കിടക്കുന്നത്. ഞാൻ പറയുന്നത് അതല്ല. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ LDF സർക്കാരിന് ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം ഇപ്പോൾ സൗമി പറഞ്ഞ പോലെ അദ്ദേഹത്തായിട്ടൊരു വ്യക്തിത്വമുണ്ട്. കേഡറ്റ് പാർട്ടിനെ നിയന്ത്രിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഈ അടുത്ത് മോഹൻലാലുമായി ഉണ്ടായുള്ള ഒരു ചർച്ച, ഇത്രയും കാലം ഈ ഒരു സമയത്ത് മോഹൻലാലുമായുള്ള ഒരു ചർച്ചയും അത് PR വർക്കിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരികയും ചെയ്തു. ഇത് ഒരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ അജണ്ടയല്ലേ? എങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് കൃത്യമായി ചിരിക്കാത്ത പിണറായി വിജയൻ എന്ന വ്യക്തി ചിരിക്കുന്നു,
അതിലൂടെ പുള്ളി ഒരു സാധാരണ മനുഷ്യനാണെന്ന് കാണിക്കാനുള്ളൊരു ശ്രമമല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള എന്താ പറയാ ഇന്റർവ്യൂസ് ഒക്കെ ഇടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അതേ അതും ഇദ്ദേഹം തന്നെയല്ല നടത്തിയത്. മോഹൻലാലുമായിട്ടുള്ള അഭിമുഖമായിരുന്നു. അതിനങ്ങനെ നമുക്ക് PR വർക്ക് എന്ന് പറയാം. പക്ഷേ നമ്മൾ ഉമ്മൻചാണ്ടിയും ഇദ്ദേഹത്തിനും തമ്മിൽ, ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളുടെയും അടുത്ത് ഒരുപോലെ പെരുമാറിയ ഒരു വ്യക്തിയാണ് അദ്ദേഹവും. ഇദ്ദേഹത്തെ നിങ്ങൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷെ രണ്ടാൾക്കാരും ജനങ്ങളെ സമീപിച്ച രീതി വ്യത്യസ്തമായിരുന്നു എന്നതാണ്. പക്ഷേ ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തില് വീണ്ടും ഒരു സർക്കാർ രണ്ടാമത് അധികാരമേറ്റത് പിണറായി വിജയന്റെ ഈ 16% സൗമ്യ വ്യക്തമായിട്ട് പറയുന്നുണ്ടോ അടുത്ത ഭരണം പിണറായി സർക്കാരായിരിക്കും അടുത്ത ഇലക്ഷൻ? അപ്പൊ ഈ ഭരണത്തിൽ, അതായത് നിലവിൽ മുന്നോട്ട് പോകുന്ന ഭരണത്തിൽ സൗമ്യ എന്താണ് കാണുന്ന പോയിന്റുകൾ, എന്താണ് പിണറായി സർക്കാർ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വയനാട് എടുത്ത് കഴിഞ്ഞ ദിവസം വയനാട് കൃത്യമായി പറയുണ്ടായി. കഴിഞ്ഞ ദിവസം വയനാട് പാവപ്പെട്ട നമ്മുടെ ചൂരൽമലയിലെ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് വീട് അടക്കമുള്ള അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു പാർട്ടി വീട് നിർമ്മിച്ച് നൽകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ സർക്കാർ വീട് നിർമ്മിച്ച് നൽകുന്നത്. അവിടെ ഒരു പാർട്ടി പോയിട്ട് ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ ഇപ്പോൾ വന്നത്? ഞാൻ ഇതൊന്നുമല്ല പറയുന്നത്. ആക്ച്വലി പിണറായി വിജയൻ ഒരു കരുത്തനായ നേതാവെന്ന് ഞാൻ അവതരിപ്പിച്ചതിൻ്റെ അർത്ഥം വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരും എന്നല്ല. ഈ 18% പോൾ ചെയ്ത ആളുകളുടെ വികാരം എന്താണെന്നുള്ളത് ഞാൻ പ്രതിഫലിപ്പിച്ചതേ ഉള്ളൂ. അതായത് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. വയനാട് ടൗൺഷിപ്പ്, അങ്ങനെ അടിസ്ഥാന വികസന സൗകര്യങ്ങളൊക്കെ അതിനെപ്പറ്റി എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പിണറായി വിജയൻ സർക്കാരിനെ പറ്റി പറയാൻ ഉണ്ടാകുമ്പോൾ തന്നെ അതേസമയം തന്നെ നെഗറ്റീവായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ ഭരണവിരുദ്ധ വികാരമാണ്. രണ്ടാമത് പറഞ്ഞ ശബരിമല കൊള്ളക്കേസ്. നമുക്കറിയാം പൊതുവെ ശബരിമല വിഷയം അത് ഏത് സർക്കാർ ഇരിക്കുമ്പോഴാണെങ്കിൽ തന്നെ ആ വിവാദം എപ്പോഴാണ് പൊങ്ങി വരുന്നത്, അത് ജനങ്ങൾക്കിടയിൽ വൈകാരികമായിട്ടുള്ള ഒരു ഇടപെടലാണ്. സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയം അത് വൈകാരികമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ വൈകാരികതയെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ആ ഒരു സർക്കാരിന്റെ വിജയം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും പിണറായി വിജയൻ പ്രധാനപ്പെട്ട വാസവനടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമാണ് എന്താ പറയുക വിഷയത്തിൽ ഉൾപ്പെട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ വളരെ മോശം ശതമാനം അത് എങ്ങനെയാ സൗമി നോക്കിക്കാണും? വളരെ മോശം എന്ന് പറയുമ്പോൾ അത്രയും ആളുകൾ അവരുടെ ഉള്ളിലേക്ക്, അതായത് ഈ ഭരണം അത്രയും വെറുത്ത് നിൽക്കുന്ന ആളുകളാണെന്നുള്ളതാണോ ഈ വളരെ മോശം ആളുകൾ? അത് 35% ആളുകളാണ് വളരെ മോശം. നമ്മളെ M5 ലൈവിന്റെ ഇതിൽ വളരെ മോശം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തിട്ടുള്ളത് 35% ആളുകൾ. അതെങ്ങനെയാണ് സൗമി നയിക്കുക? ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണല്ലോ. ഇപ്പൊ 10 വർഷം ഒരേ സർക്കാർ തന്നെ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അതിൻ്റെതായിട്ടുള്ള ന്യൂനതകൾ ഉണ്ടാകുന്നു. ആദ്യത്തെ 5 വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ട്, 2 വർഷം നമുക്ക് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കാം. ആദ്യത്തെ 5 വർഷത്തിൽ എന്താണ് 2 മഹാപ്രളയങ്ങൾ വരുന്നു, ഓഖി വരുന്നു, നിപ്പ വരുന്നു, കൂടാതെ COVID-19 വരുന്നു. അതിനൊക്കെ ഫലപ്രദമായ രീതിയിലാണ് ആദ്യത്തെ 5 വർഷം അവതരിപ്പിച്ചതെങ്കിൽ രണ്ടാമത്തെ വർഷത്തിൽ തീർച്ചയായും ആ ഒരു അധികാരത്തിന്റെ ഒരു എന്താ പറയുക ഒരു ഹുങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധനം സ്വാഭാവികമായിട്ട് ആളുകളിലേക്ക് വരുന്നതാണ്. അങ്ങനെ വരാൻ പാടില്ല ജനപ്രതിനിധികൾക്ക്. പക്ഷേ രണ്ടാമത്തെ തവണ അധികാരത്തിൽ ഏറിയപ്പോഴത്തേന് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായി ആളുകൾക്ക്. അത് സ്വാഭാവികമായും അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും അത് നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിണറായി വിജയന്റെ സംസാരത്തിലാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പല എന്താ പറയുക പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ കൂടാതെയാണ് ഈ പല വിവാദങ്ങളും വരുന്നത്. പിണറായി വിജയന്റെ മകളായിരുന്നു വീണ വിജയൻ മാസപ്പടി വിവാദം, അതുപോലെ തന്നെ പിന്നെ റിയാസിനെതിരെ PSC നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അതായത് സർക്കാർ പറഞ്ഞിട്ട് കുടിയേറ്റം വരുന്നുണ്ട്, നാട്ടിൽ തൊഴിലില്ല, ആളുകൾക്ക് യുവാക്കളൊക്കെ പ്രത്യേകിച്ച് നാട് വിടുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പോ പ്രതിപക്ഷം ഈ സമയത്ത് കൃത്യമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പല സമരങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്കെതിരെ എന്ത് സംഭവിച്ചാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഈ ഒരു 5 വർഷത്തിന് ഈ അവസാന സമയത്തേക്ക് പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അടുത്ത ഇലക്ഷനിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. 2 വർഷം തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ ഭരിച്ചതുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയരാമെങ്കിലും സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തിൽ അത്രയും ഉയർന്നു നിൽക്കുന്ന കേരളം പിണറായി വിജയൻ സർക്കാരിനെ വീണ്ടും ഒരു തവണ കൂടി അധികാരത്തിലേക്ക് കയറ്റി വിടുകയാണ് ഉണ്ടായത്. ആ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. പക്ഷേ അതേ സംഭവം തന്നെ ഇത്തവണ ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇപ്പോഴത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകൾ നമ്മൾ വളരെ കുറവാണ്. നമ്മുടെ പോളിലും വളരെ കുറച്ച് ശതമാനം മാത്രമാണ് അനുകൂലിക്കുന്നത്.
പോരാഞ്ഞിട്ട് ഇപ്പോൾ പ്രീപോൾ സർവേ റിപ്പോർട്ട് വരുന്നുണ്ട്, പല സർവേ റിപ്പോർട്ടുകൾ പ്രമുഖ മാധ്യമങ്ങളുടെ സർവേകൾ വരുന്നുണ്ട്. അതിലൊക്കെ പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല, UDF ആയിരിക്കും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഒരുപാട് ചർച്ചകൾക്ക് ഇപ്പോൾ നേരമില്ല. വീണ്ടും നമ്മൾ പുതിയ ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. സേ യെസ് ഓർ നോ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.